ആദ്യം ശ്രീ റോണി കെ ബേബി, CPM ഇതിനു മുൻപും ഇത്തരത്തിലുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടുള്ളതാണ്. ഇങ്ങനെ വീടുകൾ കയറി ഇറങ്ങിയുള്ള പ്രചാരണം, അതിന് സംഘടനാ സംവിധാനം CPM-ന് ഉണ്ട് താനും. MA ബേബി മുതൽ താഴേക്കുള്ള നേതാക്കൾ വരെ ഇത്തരത്തിൽ അണികൾ വരെ വീടുകൾ കയറി ഇറങ്ങിയുള്ള ഇത്തരത്തിൽ പ്രചാരണത്തിൽ ഏർപ്പെടുന്നതാണ്. ഇത് അവർക്കൊരു ആത്മവിശ്വാസം നൽകുമല്ലോ. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തോൽക്കാനുണ്ടായ കാരണം ജനങ്ങളിൽ നിന്ന് തന്നെ നേരിട്ട് മനസ്സിലാക്കുക എന്നുള്ള അടവ് നയം. ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ CPM-ന് ഗൃഹസമ്പർക്കം നടത്തുവാനും ജനങ്ങളിലേക്ക് ഇറങ്ങുവാനും ജനങ്ങളുടെ അഭിപ്രായം കേൾക്കുവാനും ഒക്കെയുള്ള എല്ലാ തരത്തിലുള്ള അവകാശമുണ്ട്. പക്ഷേ ജനങ്ങളെ വിഡ്ഢികളാക്കിക്കൊണ്ട് ജനങ്ങളുടെ മുമ്പിൽ ചെന്ന് നാടകം കളിക്കുവാൻ വേണ്ടി ഈ അവസരം CPM ഉപയോഗിക്കരുത്. ഇതുവരെ CPM പരസ്യമായി സമ്മതിച്ചിട്ടില്ല. തങ്ങൾ തോറ്റതായി ഇതുവരെ CPM-ന്റെ ഒരു ഔദ്യോഗിക പ്രസ്താവനയും നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല. അവരുടെ സംസ്ഥാന സമിതി കൂടി, സംസ്ഥാന കമ്മിറ്റി കൂടി, കേരളത്തിലുള്ള എല്ലാ അവൈലബിൾ പാർട്ടി ഫോറങ്ങളും യോഗം ചേർന്നു. ആ ഒരു യോഗത്തിലും എന്തുകൊണ്ട് തങ്ങൾ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടു, അല്ലെങ്കിൽ തങ്ങൾ പരാജയപ്പെട്ടു എന്ന് പരസ്യമായി സമ്മതിക്കാൻ വേണ്ടി ഇതുവരെ CPM-ന് കഴിഞ്ഞിട്ടില്ല. അതിനു പകരം ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് മുമ്പ് കേരളത്തിൽ ഉപയോഗിച്ച ആ വർഗീയ തന്ത്രങ്ങൾ വീണ്ടും അതിശക്തമായി കേരളത്തില് ആ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് പോലും തിരിച്ചടിയായി കണക്കാക്കാതെ, അത് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് ആയിക്കോട്ടെ, നിലമ്പൂര് ഉപതെരഞ്ഞെടുപ്പ് ആയിക്കോട്ടെ, അതിനുശേഷം കേരളത്തിൽ നടന്ന ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് ആയിക്കോട്ടെ, അതിലെല്ലാം ഉപയോഗിച്ച അതേ വർഗീയ കാർഡ് തന്നെ വീണ്ടും 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 ഉപയോഗിച്ചുകൊണ്ട് കേരളത്തിലെ സാമൂഹിക രാഷ്ട്രീയ അന്തരീക്ഷത്തെ മലിമസമാക്കിക്കൊണ്ട് ഒരു വശത്ത് പോയി മറുവശത്തോടെ ഞങ്ങൾ ജനങ്ങളിലേക്ക് ഇറങ്ങുകയാണ്. ഞങ്ങൾ ജനങ്ങളോട് ചോദിക്കാൻ പോവുകയാണ്, എന്തുകൊണ്ട് ഞങ്ങൾ തോറ്റു, CPM എന്തുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ തോറ്റു എന്ന് ഈ നാട്ടിലെ ഏത് കൊച്ചുകുട്ടിക്കും അറിയാം. മലയാള ഭാഷ സംസാരിക്കാൻ അറിയാവുന്ന ഈ നാട്ടിലെ ഏത് മലയാളിക്കും അറിയാം. എന്തുകൊണ്ട് തോൽപ്പിച്ചു എന്ന് ജനങ്ങളിൽ നിന്ന് നേരിട്ട് കേൾക്കണം CPM നേതാക്കൾക്ക്. അതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അല്ല, അപ്പോൾ അതിനകത്ത് തന്നെയാണ് വളരെ വ്യക്തമാണ്. കാരണം അവർക്ക് ഇതിന്റെ ഗ്രൗണ്ട് റിയാലിറ്റികൾ ഒന്നുകിൽ അവർക്ക് മനസ്സിലാകുന്നില്ല, അല്ലെങ്കിൽ അവർ മനസ്സിലാകുന്നില്ല എന്ന് നടിക്കുന്നില്ല. ഈ പറയുന്നത് CPM ഇതിനകത്ത് എന്തെങ്കിലും ഒരു ആത്മാർത്ഥത ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക, കേരളം ചർച്ച ചെയ്ത ഏറ്റവും വലിയ വിഷയം എന്ന് പറയുന്നത് ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയാണ്. മറ്റു ഭരണകോട്ടകൾ അവിടെ നിൽക്കുന്നു, ഞാൻ അതിലേക്ക് പോകുന്നില്ല. പക്ഷെ ഏറ്റവും സെൻസിറ്റീവായി ഇവിടെ ചർച്ച ചെയ്യപ്പെട്ടത് എന്ന് പറയുന്നത് ശബരിമലയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ്. പക്ഷെ ഇതിലെ പ്രതികളെ സംരക്ഷിക്കുന്ന നിലപാടല്ല ഇപ്പോഴും CPM സ്വീകരിക്കുന്നത്. ഇപ്പോൾ ജയിലിൽ കിടക്കുന്ന മുൻ ദേവസ്വം ബോർഡ് 2 പ്രസിഡന്റുമാര്, CPM-ന്റെ നേതാക്കൾ, അവർക്കെതിരെ ഒരു ചെറു വിരൽ പോലും അനക്കുവാൻ വേണ്ടി CPM കുറെ മാനദണ്ഡങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ടെങ്കിലും വീടുകൾ കയറി ഇറങ്ങി ജനങ്ങളോട് സംസാരിക്കുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ നേതാക്കളും അതുപോലെ തന്നെ കൂടെ പോകുന്നവരുമൊക്കെ ഈ വീട്ടുകാരോട് പറയണം എന്നുള്ളത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ സ്വർണ്ണക്കൊള്ളയെക്കുറിച്ച് തന്നെയാണ്. അതിൽ പാർട്ടിയുടെ നിലപാട് വിശദീകരിക്കും. അവിടെ എന്തുകൊണ്ട് പത്മകുമാറിനും വാസുവിനുമെതിരെ നടപടി ഉണ്ടായിട്ടില്ല, പ്രത്യേകിച്ച് പത്മകുമാറിനെതിരെ നടപടി ഉണ്ടായില്ല എന്ന കാര്യം വിശദീകരിക്കുന്നതിന് പ്രത്യേക മാനദണ്ഡം പോലും തയ്യാറാക്കിയിട്ടുണ്ട്. ഇതാണ് പാർട്ടിയിൽ നിന്ന് അറിയാൻ കഴിഞ്ഞത്. അതിൽ പറയുക അദ്ദേഹത്തെ കുറ്റക്കാരനായി കണ്ടെത്തിയിട്ടില്ലല്ലോ എന്നായിരിക്കും സ്വാഭാവികമായിട്ടും. കാരണം MV ഗോവിന്ദൻ തന്നെ അക്കാര്യം പറഞ്ഞതാണല്ലോ, പ്രതിയായിട്ടേ ഉള്ളൂ, കുറ്റക്കാരനായി കണ്ടെത്തിയിട്ടില്ല എന്ന്. അപ്പോൾ ഗൃഹസന്ദർശനത്തിന്റെ ഒരു പ്രധാന ഭാഗമാണ് ഈ സ്വർണ്ണക്കൊള്ള. ഇപ്പോൾ നമ്മൾ CPM ഭവന സന്ദർശനത്തിന് പോകുമ്പോൾ മാത്രമല്ല, ഇതുപോലെയുള്ള മാനദണ്ഡങ്ങളും പാർട്ടി സ്റ്റഡി ക്ലാസ്സുകളും പാർട്ടി യോഗങ്ങളും ഒക്കെ ഒരു കാര്യങ്ങൾ വിശദീകരിക്കുന്നത്. കൃത്യമായി ഇടവേളകളിൽ അവരുടെ പാർട്ടി ക്ലാസ്സുകളുണ്ട്, കൃത്യമായ ബ്രീഫിങ്ങുകളുണ്ട്, കൃത്യമായ റിപ്പോർട്ടിങ്ങുകളുണ്ട്. നമുക്കറിയാം CPM എന്ന് പറയുന്ന ഒരു കേഡർ സംവിധാനമാണ്. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടു, ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ CPM-ന്റെ പാർട്ടി അംഗങ്ങൾ പോലും, CPM-ന് ലെവി കൊടുത്തുകൊണ്ടിരിക്കുന്ന CPM-ന്റെ പാർട്ടി അംഗങ്ങൾ പോലും ഈ പ്രാവശ്യം എത്രയോ ഇടങ്ങളിൽ പാർട്ടി സ്ഥാനാർത്ഥിക്ക് എതിരെ വോട്ട് ചെയ്തു. അപ്പോൾ പാർട്ടിയുടെ സ്വന്തം അംഗങ്ങളെ പോലും അവർക്ക് ബോധ്യപ്പെടുത്തുവാൻ സാധിക്കാതെ അവർ കേരളത്തിലെ ജനങ്ങളെ ബോധ്യപ്പെടുത്തുവാൻ ഇറങ്ങിക്കഴിഞ്ഞാൽ ഇതൊക്കെ ജനങ്ങളുടെ കണ്ണ് കെട്ടിമൂടുന്നതിന് വേണ്ടിയാണ്, അടച്ചുപൂട്ടുന്നതിന് വേണ്ടിയാണ്, തെറ്റിദ്ധരിപ്പിക്കുന്നതിന് വേണ്ടിയാണ് എന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് വളരെ കൃത്യമായി മനസ്സിലാകും. ഇപ്പോൾ എന്താ പറയുന്നത്, ശബരിമലയിലെ യുവതി പ്രവേശനം ഉണ്ടായി, CPM-ന് തിരിച്ചടി ഉണ്ടായി, അതിനുശേഷം CPM ഗൃഹസന്ദർശനം നടത്തി 2021 തെരഞ്ഞെടുപ്പിൽ തിരിച്ചു വന്നു. പക്ഷെ നമുക്കറിയാം, ഇവിടെ രാഷ്ട്രീയ വിദ്യാഭ്യാസമുള്ള, രാഷ്ട്രീയത്തെ കൃത്യമായി കേരളത്തിൽ നിരീക്ഷിക്കുന്നവർക്ക് കൃത്യമായി അറിയാം, ശബരിമലയിലെ യുവതി പ്രവേശനവുമായി ബന്ധപ്പെട്ട് CPM ഭവന സന്ദർശനം നടത്തി അവരുടെ തെറ്റേറ്റു പറഞ്ഞ് അവർ പരസ്യമായി മാപ്പ് പറഞ്ഞതിന്റെ ഫലമായിട്ടല്ല 2021 വീണ്ടും പിണറായി വിജയൻ സർക്കാർ അധികാരത്തിൽ വന്നത്. ആ അധികാരത്തിൽ വരുവാനുള്ള എന്തായിരുന്നു സാഹചര്യം എന്ന് വളരെ കൃത്യമായി നമുക്കറിയാം. CPM-ന്റെ നിലപാട് മാറ്റമല്ല. പക്ഷേ എല്ലാ തവണയും ചക്ക വീണ് മൊയിൽ ചാകുമെന്ന് പറഞ്ഞതുപോലെ ഇനി ഞങ്ങൾ ഒന്നുകൂടി ഭവന സന്ദർശനത്തിന് വന്നു കഴിഞ്ഞാൽ ജനങ്ങൾ ഞങ്ങളോടെല്ലാം മാപ്പാക്കിക്കൊള്ളും. അത്രമാത്രം ജനങ്ങൾക്ക് പൊറുക്കുവാൻ കഴിയാത്ത രീതിയിലുള്ള വളരെ ഹീനമായിട്ടുള്ള കൃത്യമാണ്
ഇപ്പോൾ കേരളത്തിൽ പക്ഷേ നടന്നുകൊണ്ടിരിക്കുന്നത് റോണിക്ക് നമ്മൾ ബേബി കണ്ടു. ഇതിൽ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് കോൺഗ്രസിനേക്കാൾ അല്ലെങ്കിൽ UDF മറ്റ് ഘടകകക്ഷികളെക്കാൾ സംഘടനാ സംവിധാനത്തിൽ CPM ഏറെ മുന്നിലാണ്. കോൺഗ്രസ് തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ ജയിച്ചപ്പോഴും സംഘടനാ സംവിധാനം അത്ര ശക്തമൊന്നുമായിരുന്നില്ല. ഭരണവിരുദ്ധ വികാരമൊക്കെ സഹായമായി എന്നേ ഉള്ളൂ. പക്ഷേ ആ സംഘടനാ സംവിധാനത്തിൻ്റെ ബലത്തിൽ ഓരോ വീടുകൾ കയറിയിറങ്ങി എന്താണ് സർക്കാർ ഓരോ വിഷയത്തിലും സ്വീകരിച്ചിരിക്കുന്ന നിലപാട്, അതിൽ പ്രതിപക്ഷത്തിൻ്റെ പ്രചാരണങ്ങൾ എന്തെല്ലാമാണ്, ഇതായിരിക്കുമല്ലോ ഇതാണ് വിശദീകരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ പ്രതിരോധത്തിലാകുന്നത് പ്രതിപക്ഷമാണല്ലോ. ഈ കാര്യത്തെ കൂടി നേരിടേണ്ടി വരും. ശ്രീജിത്ത് പണിക്കർ, എങ്ങനെ താങ്കൾ കാണുന്നു ഈ? കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.